ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ ജോലി കിട്ടുമോ ഇല്ലേ? സത്യത്തിൽ ഇവിടെ ആർക്കും തന്നെ ഇത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ആരും ഈ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ പേരുടെ സംശയമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. എക്സാമുകളെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ നമുക്ക് നോക്കാം ഈ ഒരു മാർക്കറ്റിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 2017 ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അന്ന് കേരളത്തിൽ വളരെ വിരലിലുണ്ടാവുന്ന 1-2 കമ്പനികൾ മാത്രമാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ ആർക്കും തന്നെ ഇത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു 2017 ഉണ്ടായിരുന്നത്. കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നിട്ട് പോലും ദുൽഖറും നിവിൻ പോളിയും ഫഹദും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സിന്റെ ഓർമ്മ മനസ്സിലുള്ളത് കൊണ്ടും അതുപോലെ തന്നെ വീട് വിട്ട് നിന്ന് ചില്ലാവണം എന്നുള്ളതുകൊണ്ടും ഞാൻ നേരെ കൊച്ചി ക്യാൻസൽ ചെയ്ത് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു. അവിടെ അന്ന് ഈ കോഴ്സിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന 1-2 കോഴ്സുകളിൽ ഒന്നായിരുന്നു ഈ കോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ ആ 2017 ടൈമിൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ തന്നെ ഒരു ജോബായി സെറ്റിൽ ആവണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ജോബോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ്സോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം അവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനാണെങ്കിൽ ഹിന്ദിയിലൊരു പണ്ഡിതനും കണ്ടന്റ് റൈറ്റിംഗിൽ അതിനേക്കാൾ പണ്ഡിതനും ആയതുകൊണ്ട് ആദ്യത്തെ 2 ഇന്റർവ്യൂ ഫെയിലായി. മൂന്നാമതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടത്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ ഒരു കണക്ഷൻ റിക്വസ്റ്റും അതേപോലെ ഒരു മെസ്സേജും വന്നു. ഞാൻ നോക്കുമ്പോൾ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള, എൻ്റെ നാട് തൃശ്ശൂരാണ്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോബ് ഓപ്പണിങ്ങിൻ്റെ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നാട്ടിൽ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാവും ഇല്ലേ എന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻഡീഡിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കി. അപ്പോൾ 1-2 വേക്കൻസീസ് കണ്ടു. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു. നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ പറയുന്ന 2 ഇൻ്റർവ്യൂവിനും പോയി. 2ഉം എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നാട്ടിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് എനിക്ക് വന്നപ്പോൾ തന്നെ ജോലി കിട്ടിയത്. അങ്ങനെയല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയുടെ ബാക്ക് എൻഡ് ഓഫീസും ഒന്ന് പറയുന്നത് ഒരു UAE ബേസ്ഡ് കമ്പനിയുടെ ബാക്ക് എൻഡ് ഓഫീസാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ടൈമിൽ UAEയിലൊക്കെ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 2017-18 കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, എന്താണ് ജോലി എന്നുള്ളത് ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴും ബാഗ് തൂക്കി റോഡിൽ കൂടെ നടന്നു പോകുന്ന ആളുകളും മണി ചെയിൻ പോലത്തെ തട്ടിപ്പുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഗ്രാഫിക് ഡിസൈനർ ആക്കി. ലാസ്റ്റ് ഞാൻ പിന്നെ പറയൽ നിർത്തി. 2019 നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ, ഈ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇത്രത്തോളം വന്നത്, അതായത് ജോലി സാധ്യതകൾ ഉയർന്നു വന്നത്, എല്ലാ കമ്പനികളിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ വേക്കൻസികൾ വന്നു തുടങ്ങിയതൊക്കെ ഏകദേശം 2019 മുതലാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് സൈറ്റിൽ കയറി നോക്കിയാലും എത്രത്തോളം ഈ ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു തുടക്കകാലത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഈ മാർക്കറ്റിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. ഈ ഒരു ഫീൽഡിന് എന്തായാലും ഡിമാൻഡ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ആരും ഈ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. കാരണം ജോലി സാധ്യതയുള്ള മറ്റനേകം കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ജോലി എന്ന് പറയുന്നത് ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇതിന് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുക. ഇനി ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, എന്തൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.